സദ്യ ഉണ്ടാക്കിയാലോ? സദ്യ അല്ലാണ്ട് എന്താണല്ലേ? ക്ലേ കൊണ്ട് നമുക്കിത് സദ്യ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് പച്ച ക്ലേ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി പരത്തി കൊടുക്കുക. പിന്നെ ഇലേൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിന്നെ നടുക്ക് കൂടെ ഒരു വര ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആ വരയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇല അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സംഭവം സിമ്പിളാണ് കേട്ടോ. പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കണം, മെയിനായിട്ടല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് വെള്ള ക്ലേ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ പെയിൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. വെള്ള ക്ലേ ഇല്ലാത്തതും കൊണ്ട് നന്നായി പെയിൻറ്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. പിന്നെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കണം. മഞ്ഞ ക്ലേ എടുക്കുക, ഇതുപോലെ കുഞ്ഞ് ബോൾസാക്കി പരത്തി കൊടുക്കുക. നടുവിൽ കുഞ്ഞ് കറുത്ത കുത്തോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിപ്സ് റെഡി. പിന്നെ ഇതുപോലെ ഒരു പഴമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ പഴം തോന്നിക്കാൻ വേണ്ടിയിട്ട് മേലെ രണ്ട് കറുത്ത കുത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കണം. അതിന് വെള്ള ക്ലേ എടുക്കുക, ഇതുപോലെ അടിയിലായിട്ട് എന്തെങ്കിലും ഒരു കൂർത്ത സാധനം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇങ്ങനെ ബബിള് പോലെ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടവും സെറ്റ്. അപ്പോൾ നമ്മുടെ ഇലയിലേക്ക് നമുക്ക് ചോറും പപ്പടവും പഴവും ചിപ്സൊക്കെ വിളമ്പാട്ടോ. പിന്നെ അച്ചാറുണ്ടാക്കിക്കണേ ഇതുപോലെ ചുമന്ന ക്ലേ എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പരത്തിയിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഫാബ്രിക് പെയിൻ്റ് ഒന്ന് മേലെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ നിങ്ങളിലുള്ള ക്ലേ ഒക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല വിഭവസമൃദ്ധമായ നല്ല അടിപൊളിയായിട്ട് സദ്യ ഉണ്ടാക്കാം കേട്ടോ. വിഭവങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. ക്ലേ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് അധികം ഐറ്റംസ് ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സദ്യയൊക്കെ ആകുമ്പോൾ വാഴൻ്റെ ഇല നിറച്ച് നമുക്ക് വിഭവങ്ങൾ കാണണം അല്ലേ. അപ്പം ഇതുപോലെ നമ്മളെ കയ്യിലുള്ള ക്ലേ ഒക്കെ എടുത്തിട്ട് ഞാൻ എന്താക്കി ഇതുപോലെ കുറച്ച് മതിയല്ലോ, മിനിയേച്ചറായും കൊണ്ട് കുറച്ച് മതി കേട്ടോ. പിന്നെ ഈ ക്ലേ വെച്ചിട്ട് ചെറിയൊരു പാത്രം ഉണ്ടാക്കി പിന്നെ അതിൽ പായസം എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ള പെയിൻറ്റും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ അതിന് ഇതുപോലെ കളർ അടിച്ചു കൊടുത്ത് പിന്നെ തക്കാളിയും തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലേൻ്റെ ബോൾസ്, ചുമന്ന ക്ലേൻ്റെ ബോൾസ് വെച്ച് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.